നാലാം തവണയും തോമസ് ഐസക്ക് EDയുടെ നോട്ടീസ് അനുസരിച്ച് അവരുടെ മുന്നിൽ ഹാജരാവുന്നില്ല. ഇങ്ങനെ ഒരാൾക്ക് ഒരു കേന്ദ്ര ഏജൻസി, നിയമാനുസൃതം പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയുടെ നോട്ടീസുകളെ അവഗണിച്ച് നടക്കാൻ കഴിയുമോ? സാങ്കേതികമായിട്ട് ഒരു പക്ഷേ നടക്കാൻ കഴിയുമായിരിക്കും. ഇത് ഒഴിവാക്കുക, ഹൈക്കോടതിയിൽ പോയി സ്റ്റേ മേടിക്കുക, അതിൻ്റെ വാദം കേൾക്കുക, ഇങ്ങനെയൊക്കെ. പക്ഷേ ഈ ചെയ്യുന്നതൊന്നും സാമാന്യ മര്യാദയ്ക്കോ യുക്തിബോധത്തിനോ നിരക്കുന്നതല്ല. ഇപ്പോൾ തോമസ് ഐസക്ക് പറയുന്നത് എന്താ? ഔദ്യോഗിക പദവി ഉണ്ടായിരുന്നതുകൊണ്ട്, മന്ത്രിയായിരുന്നതുകൊണ്ട് ഞാൻ കിഫ്ബിയുടെ ഡയറക്ടർ ബോർഡിലുണ്ടായിരുന്നു, മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയാണ് ചെയർമാൻ, ഞാൻ വൈസ് ചെയർമാനാണ്. അതാണ് പാർട്ടിക്കുള്ളിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ കാര്യം. എന്നെ വിളിക്കാം, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയും കൂടെ വിളിക്കേണ്ടതാണ്, അങ്ങനെയും വിളിക്കേണ്ടതാണ്. തോമസ് ഐസക്ക് അതാണോ ഇനി ഉന്നം വെക്കുന്നത്? ഉന്നം വെച്ചാൽ അതിൽ തെറ്റ് പറയാനില്ല. ഈ കിഫ്ബി എന്നുള്ള ആശയം തോമസ് ഐസക്കിൻ്റെ ആണ് അല്ലേ? ബേസിക്കലി തോമസ് ഐസക്കിൻ്റെ ആശയം. പിണറായി വിജയൻ അവിടെ ഇംഗ്ലണ്ടിൽ പോയി മണിയടിച്ചു എന്നുള്ളതല്ലാതെ പിണറായിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം പിണറായി ഇവർ പറഞ്ഞ കൂട്ടത്തിൽ ചെയർമാനായിട്ട് പിണറായിയും ഇരിക്കും. പക്ഷേ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം അറിയാമോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമല്ല. നിങ്ങളതിൽ പാർട്ടിയാണ്. ഇതാണ് ED നോക്കുന്നത്. ഇപ്പോൾ കൗതുകകരമായ ഒരു കേസ് സുപ്രീം കോടതിയിൽ സുബ്രഹ്മണ്യൻ സ്വാമി കൊടുത്തിട്ടുണ്ട്. ഈ ബാങ്കുകളിലെ പല തട്ടിപ്പുണ്ടല്ലോ, അതിൻ്റെ പേരിൽ ബാങ്കിലെ ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടർ ഇവരെയൊക്കെ പ്രതിയാക്കി കേസുകളുണ്ട്. ഡയറക്ടർ ബോർഡിലെ മറ്റുള്ളവരെ എല്ലാം ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു, ചിലരെ ശിക്ഷിക്കുന്നു, ഒക്കെ ചെയ്യുന്നു. പക്ഷേ റിസർവ് ബാങ്കിൻ്റെ പ്രതിനിധികളും ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡിലുണ്ട്. ചിലപ്പോൾ ഒന്ന്, ചിലപ്പോൾ 2 പേര്. ഇവരെ CBI തൊടാറില്ല. ഒരുപാട് CBI കേസുകൾ ബാങ്കിനെ ചൊല്ലിയുണ്ട്, ബാങ്കിൻ്റെ ടോപ്പ് മാനേജ്മെൻറ്റുകൾ. ചിലരൊക്കെ ശിക്ഷിക്കപ്പെട്ടു, ചിലരുടെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിലൊന്നും റിസർവ് ബാങ്കിൻ്റെ പ്രതിനിധി പെടുന്നില്ല. എന്തുകൊണ്ട് പെടുന്നില്ല എന്നാണ് സ്വാമിയുടെ കേസ്. കാരണം ഡയറക്ടർ ബോർഡിലെ മറ്റുള്ള എല്ലാവർക്കുമുള്ള ഉത്തരവാദിത്വം ഇയാൾക്കുമുണ്ട്. ഞാൻ പേരിനൊരു ഡയറക്ടറായിരുന്നു എന്ന്. അങ്ങനെ പേരിനൊരു ഡയറക്ടർ ഇല്ല. ഡയറക്ടർ എല്ലാം തുല്യരാണ്, ഫുൾ ടൈമേഴ്സാണ്. ഫുൾ ടൈമോ പാർട്ട് ടൈമോ ഡയറക്ടർക്ക് ഡയറക്ടറുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഡ്യൂട്ടി ഉണ്ട്. അത് ഞാൻ അങ്ങനെ ഒന്നും ശ്രദ്ധിച്ചൊന്നുമില്ല. ഞാൻ റിസർവ് ബാങ്കിൽ നിന്ന് വന്നതല്ലേ, ഇടയ്ക്കൊന്നിരുന്നു, ചായ കുടിച്ചു, ഞാൻ പോയി. അത് നിങ്ങൾ ചെയ്തു, പക്ഷേ നിങ്ങൾ ഒഫീഷ്യലി റെസ്പോൺസിബിൾ ആണ് ഇതിന്. നിങ്ങളതല്ല ചെയ്യുന്നത്. ഈ റിസർവ് ബാങ്കിൻ്റെ പ്രതിനിധികളെ മാത്രം എന്തുകൊണ്ട് ഒഴിവാക്കുന്നു എന്ന് സ്വാമിയുടെ ചോദ്യത്തോടെ ഒരു കേസ് സുപ്രീം കോടതിയുടെ ബെഞ്ചിന് മുമ്പിൽ ഇരിപ്പുണ്ട്. ഇതുപോലെയാണ് തോമസ് ഐസക്ക് ഇപ്പോൾ പറയുന്നത്. ഈ നാടായ നാട് മുഴുവൻ, TV ആയ TV മുഴുവൻ, പത്രങ്ങളായ പത്രങ്ങൾ മുഴുവൻ കിഫ്ബി എന്ന അതിഭീകരമായ, നവീനമായ, നിത്യനൂതനമായ ആശയം അവതരിപ്പിച്ച് നടന്നതല്ല തോമസ് ഐസക്കാണ്. ഇപ്പോൾ തോമസ് ഐസക്കിന് ഞാൻ അവിടെ പോയി ഇരുന്നതേ ഉള്ളൂ, എനിക്കൊന്നും അറിയാൻ മേല എന്ന് പറയുന്നതിന് ന്യായം എന്താ? നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ ഇത്രയധികം ഹൈപ്പ് നടത്തിയത് എന്തിനാ? ഇനി അതൊന്നും ഇല്ലെങ്കിലും നിങ്ങളെ അവർ വിളിപ്പിക്കുന്നു. നിങ്ങൾ സാധാരണ എല്ലാവരും പറയുമല്ലോ, ഏത് അന്വേഷണത്തെയും നേരിടാൻ ഞാൻ തയ്യാറാണ്. ഈ അന്വേഷണത്തിൽ ഒരു സമൻസ് അയച്ചു കഴിയുമ്പോൾ ഞാൻ വരുന്നില്ല എന്ന് പറയാം. എന്ത് കാര്യം? നിങ്ങളവിടെ പോവുക, അറിയാവുന്നത് പറയുക, അറിഞ്ഞുകൂടാത്തത് പറഞ്ഞു. ഇപ്പോൾ ഇങ്ങനെ തർക്കിക്കുന്നത് ഞാൻ ധനമന്ത്രി അല്ലാതായതിന് ശേഷം നടന്ന കണക്കുകളിലാണ് ഇവർ തിരിമറി കാണിച്ചത്, അതുകൊണ്ട് ഞാൻ ഉത്തരവാദിയല്ല. ഇതൊന്നും വേണ്ടെന്ന് നിങ്ങൾ വിളിച്ച് നിങ്ങളവിടെ പോവുക. എന്താ മോനെ, എന്താ കാര്യം? ചേട്ടനിതൊക്കെ എനിക്കതറിയാമല്ല, ഞാൻ ഇത്രാം തീയതി മന്ത്രി അല്ലാതെയായി, പിന്നെ ആ ബോർഡ് യോഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല, അതിനുശേഷം അവിടെ എന്ത് നടന്നു എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊക്കെ നേരിട്ട് പോയി പറഞ്ഞാൽ മതി. ഇതിപ്പോൾ പോയി പറഞ്ഞു കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. 7 പേരുള്ള വാറോലയൊന്നും വേണ്ട. ഇപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എന്തോ ഏടാകൂടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് CAG ഓഡിറ്റ് പാടില്ല എന്ന് പറയുന്നത്. കിഫ്ബിയിൽ ഓഡിറ്റ് പാടില്ല. ഇദ്ദേഹം ഭീകരമായിട്ട് അതിനെ ഡിഫെൻഡ് ചെയ്ത മനുഷ്യനാണ്. കിഫ്ബിയിൽ ഓഡിറ്റ് പാടില്ല എന്ന് ഇപ്പോഴും ഓഡിറ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ കേസ് തീർന്നിട്ടില്ല എന്നാണ് ഞാൻ അറിയുന്നത്. എല്ലാ അന്വേഷണവും ഇവർ കോടതിയിൽ ചലഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരന്വേഷണത്തെയും ഞങ്ങൾക്ക് പേടിയില്ലെങ്കിൽ എന്തിനാണ് കോടതിയിൽ പോയി സ്റ്റേ ഓർഡർ മേടിക്കുന്നത്? കോടതി സ്റ്റേ ഓർഡർ കൊടുക്കുന്നുമുണ്ട്. ഇതൊക്കെ എങ്ങനെ കൊടുക്കുന്നു എന്ന് തന്നെ എനിക്കറിയാമില്ല. കാരണം മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. പണ്ട് ഒറീസ മുഖ്യമന്ത്രിയായിരുന്ന ഇവരെ ചോദ്യം ചെയ്തിട്ടുണ്ട്, നന്ദിനി സത്പതിയെ. ഇപ്പോൾ കേജ്രിവാളിനെ ഇതുപോലെ തോമസ് ഐസക്കിൻ്റെ നിൽക്കുക 4ാമത്തെ സമൻസാണ് കേജ്രിവാൾ സ്കിപ്പ് ചെയ്യുന്നത്. അദ്ദേഹത്തെയും ഇത് ചോദ്യം ചെയ്യും. തമിഴ്നാട്ടിൽ സെന്തിൽ ബാലാജിയെ അറസ്റ്റ് ചെയ്തു, സെക്രട്ടേറിയറ്റ് അറസ്റ്റ് ചെയ്തു. സ്റ്റാലിനെ ചോദ്യം ചെയ്തിട്ടില്ല.
ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തോമസ് ഐസക് പറഞ്ഞ ലോജിക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരിയാണ്. വൈസ് ചെയർമാനായി എന്നെ വിളിക്കുന്നു, ചെയർമാനെ വിളിക്കുന്നില്ല. ഇങ്ങനെ തോമസ് ഐസക് എഴുതിയിട്ടില്ല. ചെയർമാൻ മുഖ്യമന്ത്രിയാണെന്നും ധനമന്ത്രി വൈസ് ചെയർമാനാണെന്നും ഞങ്ങൾ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സാണെന്നും അതുകൊണ്ട് ഞങ്ങൾക്കിതിൻ്റെ അഫയേഴ്സിൽ ഉത്തരവാദിത്തമില്ലെന്നും ഒക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ വാദം. അപ്പം അങ്ങനെ ദുർബലമായ ഒരു വാദം, ഇനി സാങ്കേതികമായിട്ട് ആ വാദം ശരിയാണെങ്കിൽ തന്നെ അത് ഉന്നയിക്കാൻ പാടില്ല. ഒരു രാഷ്ട്രീയക്കാരനൊരു ധാർമ്മികതയില്ലേ? എല്ലാ അന്വേഷണത്തെയും ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണെങ്കിൽ പോവുക, ഫേസ് ചെയ്യുക. നിങ്ങളൊരു കുറ്റവും ചെയ്തിട്ടില്ല, പിന്നെ നിങ്ങൾ എന്തിനാണ് മടിക്കുന്നത്? ഈ പുറത്ത് പറയുന്ന കാര്യങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞാൽ മതി. അവിടെ പറഞ്ഞാൽ മതി. ഇപ്പോൾ ഈ എഴുതി കൊടുത്ത സാധനം അവിടെ പോയി പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ചോദ്യത്തിന് ഉത്തരം പറയണമെന്ന് ഇഡിക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. നിങ്ങളവിടെ ഉണ്ടായിരുന്നപ്പോൾ ഡയറക്ടർ ബോർഡിൽ നടന്ന സംഭവം. ശരിക്കും ഈ മസാല ബോണ്ട് ഇടപാടിൽ എന്താ നടന്നത്? നമ്മുടെ സാധാരണ ജനങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല. എന്താണ് മസാല ബോണ്ട്? ആർക്കും മനസ്സിലാവില്ല. വാസ്തവത്തിൽ ഇവർ ചെയ്തിരിക്കുന്നത് ബോണ്ട് ഇംഗ്ലണ്ടിലെവിടെയോ ഇഷ്യൂ ചെയ്യും, അത് നാട്ടുകാർ മുഴുവൻ പർച്ചേസ് ചെയ്യുന്നൊക്കെയാണ് സങ്കല്പം. അല്ല, സത്യത്തിൽ നടന്നത് വിദേശ നാണ്യം ഒരു മണാങ്കട്ടയും വന്നിട്ടില്ല. അല്ല, അത് വാങ്ങാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലല്ലോ. അധികാരമില്ല എന്നുള്ളത് വേറെ കാര്യം. അതിന് ഇൻ പ്രിൻസിപ്പിൾ RBI ഒരു അനുവാദം കൊടുത്തിരുന്നു എന്ന് അവർ പറയുന്നു. RBI അനുവാദം ഇൻ പ്രിൻസിപ്പിൾ കൊടുക്കുന്നതും ഒരു സ്കീമിന് അനുവാദം കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ഫോറിനേഴ്സുമൊക്കെ ആയിട്ട് ട്രേഡ് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പോൾ കെൽട്രോണ് വേണ്ട സാധനങ്ങൾ കെൽട്രോൺ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യുകയാണ്. പക്ഷേ ഞങ്ങൾ ഇന്ന സാധനം വാങ്ങുന്നെന്നും ഇന്ന കമ്പനിയിൽ നിന്നാണെന്നും അതിന് ഇത്ര വിദേശ നാണ്യം വേണമെന്നും റിസർവ് ബാങ്കിനെ അറിയിച്ചിട്ട് അവരത് പരിശോധിച്ചിട്ട് അത്രയും പൈസ വിദേശ നാണ്യം അവർക്ക് റിലീസ് ചെയ്യുക. അങ്ങനെയാണ് സംസ്ഥാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതുപോലെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയിട്ട് തുടങ്ങാനായിട്ട് ഇവർ അനുമതി വാങ്ങിച്ചോ എന്നുള്ളത് എനിക്കറിയാമല്ല. ഇതൊക്കെയാണ് ഇതിനകത്തെ കൺഫ്യൂഷൻ. ബട്ട് പ്രാക്ടിക്കലി ഇവർ ചെയ്തത് എന്താ? നമ്മളൊക്കെ അടയ്ക്കുന്ന ടാക്സിൻ്റെ, പെട്രോളിൻ്റെ സെസ്, പിന്നെ നമ്മുടെ ടാക്സ് റവന്യൂവിൽ ചില പ്രത്യേക ടാക്സ് മാത്രം കിഫ്ബിക്ക് അങ്ങ് കൊടുക്കും. കിഫ്ബി പ്രോജക്റ്റുകളുടെ പ്രിയോറിറ്റി നിശ്ചയിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. കിഫ്ബി ഇൻവെസ്റ്റ് ചെയ്ത് എവിടെയാണ്? പാലത്തിൽ നിന്ന് കാശ് വല്ലതും വരുമോ? ഇല്ല. സ്കൂൾ കെട്ടിടം ഉണ്ടാക്കി കിഫ്ബി, അതിന്ന് വരുമാനമൊന്നുമില്ലല്ലോ. അപ്പോൾ അതും പോയി. ഇങ്ങനെ നോൺ പ്രൊഡക്റ്റീവായിട്ടുള്ള സ്കൂളും പാലവും വേണ്ടെന്നല്ല, സ്കൂളും പാലവും നേരത്തെ PWD കെട്ടിക്കൊണ്ടിരുന്നു. പിന്നെ ഈ കിഫ്ബിയുടെ ദുരിതം എന്തിനാ? ഇത് സുധാകരൻ അന്ന് പറഞ്ഞു, ഞാൻ ഈ തമ്പുരാക്കന്മാരെ മുഴുവൻ തൊഴണം, ഇത് കഴിഞ്ഞിട്ട് കിഫ്ബി എന്ന് പറഞ്ഞ് പുതിയൊരു തമ്പുരാൻ വന്നിരിക്കുന്നു, അയാളെയും കൂടെ തൊഴുതാലേ ഇപ്പോൾ കാര്യം നടക്കുകയുള്ളൂ. പണ്ട് ഈ രാജീവ് ഗാന്ധിയുടെ കാലത്ത് സിംഗിൾ വിൻഡോ സിസ്റ്റം കൊണ്ടുവന്നു വ്യവസായങ്ങൾക്ക് ക്ലിയറൻസ് കൊടുക്കാൻ. സിംഗിൾ വിൻഡോ, ഒറ്റ സ്ഥലത്ത് പോയാൽ മതി. ഫലത്തിൽ സംഭവിച്ചത് എന്താ? നേരത്തെ 13 മേശപ്പുറത്ത് പോകണമായിരുന്നു, ഇപ്പോൾ ഒരു തമ്പുരാൻ കൂടെ വന്നു, അയാൾക്കും കൂടെ ചിക്കിൽ കൊടുക്കണം, സിംഗിൾ വിൻഡോക്കാരൻ. ഇതാണ് രാജീവ് ഗാന്ധി ഇത് നടപ്പിലാക്കിയപ്പോൾ വന്നത്. ഇതുപോലെ സർക്കാരിൻ്റെ സകല ഡിപ്പാർട്ട്മെൻറ്റിലും സകല ശോശാമ്മയും സാറാമ്മയും ഒപ്പിട്ട് കഴിഞ്ഞിട്ട് കിഫ്ബിയിലെ ഒരു സാറാമ്മയുണ്ട്, അവിടെ നിന്ന് പിന്നെ തുടങ്ങിയിട്ട് കിഫ്ബിയുടെ MD, ഇതൊക്കെ കഴിഞ്ഞാൽ സുധാകരനൊരു റോഡ് പണി നടക്കുകയുള്ളൂ. ഇതായിരുന്നു സുധാകരൻ തുറന്നു പറഞ്ഞത്. സുധാകരനും ഐസക്കും തമ്മിലുള്ള വഴക്കിൻ്റെയൊക്കെ ഉത്ഭവം ഇതാണ്. ഈ ഐസക്കിൻ്റെ ഈ അലങ്കാര പ്രയോഗങ്ങളുണ്ടല്ലോ, ഇതൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് സുധാകരൻ. കാര്യം പറയാം, ഇതിങ്ങനെ വലിയ വലിയ ന്യായങ്ങളൊക്കെ പറയാതെ ആഗോളവൽകൃത സമൂഹത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുമായിട്ട് ഘടിപ്പിക്കുമ്പോൾ വരുന്ന പ്രത്യാഘാതങ്ങളെപ്പറ്റി കൂലങ്കഷമായിട്ട് പഠിച്ച് റിപ്പോർട്ട് ചെയ്യാനൊക്കെ WW ബ്രണ്ടൻ യൂണിവേഴ്സിറ്റി മണ്ണാങ്കട്ട എൻ്റെ റോഡ് പണിയാൻ എന്ത് വേണമെന്ന് പറ. ഇതാണ് സുധാകരൻ്റെ ചോദ്യം. ഇതിന് ഐസക്കിന് മറുപടിയില്ല. കാരണം മറുപടി ഈ കുഴഞ്ഞു മറിഞ്ഞ് തന്നെ ഈ വകുപ്പുകളും ധനവകുപ്പും കുന്തവും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ കിഫ്ബിയിലും കൂടെ കയറിയിട്ട് വേണം ഈ ഫയൽ പാസ്സായി വരാൻ. ഇതാണ് തോമസ് ഐസക് കളിച്ച കളി. ഈ കളി പുറത്തു വരുമല്ലോ എന്ന് കണ്ടിട്ടാണ് ഓഡിറ്റ് പാടില്ല എന്നൊരു നിലപാടെടുത്ത് കിഫ്ബി ഓഡിറ്റ് ചെയ്യാൻ പാടില്ല. അതുമാത്രമല്ല, കിഫ്ബിക്ക് വരുന്ന കടമുണ്ടല്ലോ, ആ കടം സർക്കാരിൻ്റെ കടമല്ല, പിന്നെ ആരുടെയാണ്? ഇതാണ് രസം. KTDFCക്ക് വേണ്ടിയിട്ട് ചീഫ് സെക്രട്ടറി എഴുതി കൊടുത്ത ഹൈക്കോടതി കൊടുത്ത സത്യവാങ്മൂലമാണ് വിവാദമായിരിക്കുന്നത്. അതാണ് ഗവർണർക്ക് കൊടുത്തിട്ട് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണം. കാരണം ഇങ്ങേര് പാപ്പർ സ്യൂട്ട് എഴുതി കൊടുത്തിരിക്കുക കോടതിയിൽ, ഞങ്ങളുടെ പൈസയില്ല, പിന്നെ നിങ്ങൾ KTDFCയിൽ ഡെപ്പോസിറ്റ് ചെയ്തവർക്ക് ഗ്യാരണ്ടി നിന്നതോ? അല്ല, ഗ്യാരണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഞങ്ങൾ കാശ് തരാമെന്നൊന്നുമില്ല, ഞങ്ങൾക്കറിയാം എന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. കോടതി ദേഷ്യപ്പെട്ടിട്ട് ഇതെടുത്തോണ്ട് പോകും,
പോയിട്ട് മര്യാദയ്ക്ക് നിങ്ങളുടെ സത്യവാങ്മൂലം കൊണ്ടുപോകാം, ഇത് വെച്ചിട്ടൊന്നും ഒരു കേസ് തീരുമാനിക്കാൻ പറ്റില്ല എന്ന് പറയും. ഇങ്ങനെ നിൽക്കുകയാണത്. ഗവൺമെൻറ് ഗ്യാരണ്ടി അല്ല എന്ന് ഗവൺമെൻറ് തന്നെ വാദിക്കുക. അത് മറിയം വെബ്സ്റ്റർ ഡിക്ഷണറിയിൽ ഗ്യാരണ്ടിയുടെ നിർവചനത്തിൽ ഇത് പെടുന്നില്ല. ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കുമെങ്കിൽ ഞാൻ തരാം എന്നേ അർത്ഥമുള്ളൂ, അല്ലാതെ ഞാൻ തരാം എന്നുള്ള ഉറപ്പല്ല. ഇത് മോദിയുടെ ഗ്യാരണ്ടി പോലെയല്ല. ഈ ഗ്യാരണ്ടി വാക്കാലുള്ള ഗ്യാരണ്ടിയാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തമാശയാണെന്ന് വിചാരിക്കുന്ന കാര്യം ഇവർ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. ഇപ്പോൾ നോക്കി, ബാലഗോപാലിൻ്റെ ആവശ്യം എന്താ? കടം വാങ്ങാൻ സമ്മതിക്കുന്നില്ല കേന്ദ്രം എന്നാണ്. സാധാരണ നമ്മുടെയൊക്കെ ആവശ്യം എന്താ? കടം കുറഞ്ഞു നിൽക്കുക, ഏറ്റവും കുറയണം, കടമില്ലാതെ ജീവിക്കുക. ഇതാണ്. ബാലഗോപാൽ അങ്ങനെയല്ല. കടം കൂട്ടണം, എവിടെന്നെങ്കിലും കടം മേടിക്കണം. അത് കേന്ദ്ര സർക്കാർ സമ്മതിക്കുന്നില്ല. ഈ മേടിക്കുന്ന കടം തിരിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്? ഈ കടത്തിൻ്റെ ഒരു സ്വഭാവം. ഈ കടം എടുക്കുന്ന പൈസ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നാൽ ചിലപ്പോൾ കേരളത്തിൽ സംഭവിക്കാം. എന്തായിരിക്കും അതിൻ്റെ കോൺസിക്വൻസ്? കേന്ദ്രം സഹിക്കേണ്ടി വരും. അതല്ലേ ഇവർ സേഫായിട്ട് കളിക്കുന്നത്. കേന്ദ്രം കടമെടുക്കാൻ സമ്മതിക്കാത്തതും അതുകൊണ്ടാണ്. കടമെടുപ്പിനൊരു പരിധിയുണ്ട്. ഈ കടം കൂടുന്നതിൽ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ഉൽപ്പാദനവും അതനുസരിച്ച് കൂടുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ബിസിനസ്സിൽ നമ്മളൊരു തട്ടുകട നടത്തുകയാണെങ്കിൽ പോലും കുറച്ച് കടമുണ്ട്. അത് നമുക്ക് പലചരക്ക് കടയിലോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു 350 രൂപ കടമുണ്ട്, 500 രൂപ നമുക്ക് വരുമാനമുണ്ട്. അപ്പോൾ ഈ 350 രൂപ നമ്മൾ കുറേ കൂടെ കട വലുതാക്കി കഴിയുമ്പോൾ നമ്മളുടെ കടം 350-ൽ നിന്ന് 3500-ലേക്ക് കൂടും. പക്ഷേ അപ്പോഴത്തേക്ക് നമ്മുടെ ടേൺ ഓവർ 20,000 രൂപയായി കഴിഞ്ഞു. ഇവിടെ നമ്മുടെ വരുമാനം ഉണ്ടാകുന്ന ലോട്ടറി വരെ വരുമാനം ഇല്ല, കടമിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. കടമെടുത്തിട്ട് റവന്യൂ ചിലവിന് ഉപയോഗിക്കുകയാണ്. ശമ്പളം കൊടുക്കാനാണ് ഇപ്പോൾ കടമെടുക്കുന്നത്. വിത്തെടുത്ത് കുത്തുക. 1 ശമ്പളം കൊടുക്കാൻ, 2 നേരത്തെ വാങ്ങിച്ച കാശിൻ്റെ പലിശ കൊടുക്കാൻ. ഒരു ദിവസം, ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞതാണ്, എനിക്ക് കൃത്യം അറിഞ്ഞുകൂടാ, 700 ചില്വാനം കോടി രൂപ ഒരു ദിവസം നമുക്ക് വേണം പലിശ തിരിച്ചടയ്ക്കാൻ. പലിശ അടയ്ക്കാൻ, മുതലെവിടെ കിടക്കുക, അടയ്ക്കാൻ ബാക്കി. ഇതൊക്കെ അടയ്ക്കുന്നുണ്ടാവുമോ പലിശയൊക്കെ? അടച്ചില്ലെങ്കിൽ ഇതെല്ലാം കൂടെ കൊളാപ്സ് ചെയ്യും. അതാണ് ഇവർ ട്രഷറി ബാൻ കൊണ്ടുവരുന്നത്. ട്രഷറിയിൽ ആരും കാശിടാത്തത് എന്താ? ട്രഷറിയിൽ 0.5% കൂടുതലാണ് പലിശ ഡെപ്പോസിറ്റ് ചെയ്താൽ. പക്ഷേ ആരും കാശിടില്ല. തിരിച്ചെടുക്കാൻ പറ്റില്ല. തിരിച്ചെടുക്കാൻ ചെല്ലുമ്പോൾ അവർ പറയും ട്രഷറി ബാനാണ്, അടുത്ത ആഴ്ച എന്ന് മാറുമെന്ന് അറിയാമല്ല എന്നൊക്കെ പറയും. അതേസമയം ഫെഡറൽ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അവർ പറയും നാളെ വാ, ഇന്ന് കാശില്ല എന്ന് പറയുക ഇല്ല. ഇതാണ് ട്രഷറിയും ബാങ്കും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ കളിയെല്ലാം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ. ശരി, കളിച്ചോട്ടെ. ഇതെന്താ സംഭവം എന്നുള്ളത്, തോമസ് ഐസക് വലിയ വാക്സാമർത്ഥ്യമുള്ള ആളാണല്ലോ. ED-യിൽ മലയാളത്തിൽ സംസാരിച്ചാൽ മതി, ഇംഗ്ലീഷ് പോലും വേണമെന്നില്ല. മലയാളത്തിൽ സംസാരിച്ചത് അദ്ദേഹം അല്ല, ഡോക്ടറൊക്കെ ആയിരിക്കാം, പക്ഷേ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നവർക്കാണല്ലോ അതിൻ്റെ ഒരു സാമർത്ഥ്യം. നമ്മുടെ പൊളിറ്റീഷ്യൻസ് സാധാരണ കൈകാര്യം ചെയ്യുന്നത് മലയാളമാണ്. പിന്നെ ഇടയ്ക്ക് ചില ഇംഗ്ലീഷൊക്കെ കയറി വരുമെന്നേ ഉള്ളൂ. ഭാഷ പ്രശ്നമല്ല. ഇദ്ദേഹത്തിന് പോയിട്ട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തലവേദന തീർന്നില്ലേ? ഇതിനകത്ത് വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ വെറുതെ ഒരു ചോദ്യം ചോദിച്ചാൽ മതി, ഈ തീരുമാനം എടുക്കുമ്പോൾ ചെയർമാൻ കൂടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. പെട്ടു. അടുത്ത നോട്ടീസ് ചെയർമാന് പോകും. ഇതാണ് ഉണ്ടായിരിക്കാം ഒരുപക്ഷെ പോകാത്തത്. വാസ്തവത്തിൽ ഇപ്പം തന്നെ ED-ക്ക് ഈ ഐസക്കിൻ്റെ ലോജിക്ക് അനുസരിച്ച് ED പിണറായി വിജയനെ സമ്മൺ ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ട് ED ചെയ്യുന്നില്ല? അതും ദുരൂഹമായൊരു പ്രവൃത്തിയാണ്. അതെ. ഇപ്പോൾ ഇവർ രേഖാമൂലം കൊടുത്തിരിക്കുകയാണ്. ലിക്കർ പോളിസി, ഡൽഹിയിലെ ലിക്കർ പോളിസി തീരുമാനിച്ചത് മന്ത്രിസഭ ചേർന്നിട്ടാണ്. മന്ത്രിസഭ ചേർന്ന് ആ ഓർഡർ ഇഷ്യൂ ചെയ്തു. അത് ഒപ്പിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്, കേജ്രിവാളാണ്. കേജ്രിവാളിന് പണം തിരിച്ചു വന്ന ഏകദേശം സംശയമുള്ള വഴികളും അവരുടെ കയ്യിലുണ്ട്. ഇത് ചോദിക്കാനാണ് കേജ്രിവാളിനെ അവർ വിളിക്കുന്നത്. ഇതുപോലെയല്ലേ കിഫ്ബി എന്ന് പറഞ്ഞൊരു കലാപരിപാടിയെ ഉണ്ടാക്കാനായിട്ടുള്ള ഫൈനൽ തീരുമാനം മന്ത്രിസഭയുടെയാണ്. മന്ത്രിസഭയുടെ നേതാവാരാ? പിണറായി വിജയനാണ്. പിണറായി വിജയനാണ് കിഫ്ബി സൃഷ്ടിച്ചുകൊണ്ടുള്ള ഓർഡർ ഇറക്കുന്നത്. അഥവാ ഇറക്കിയില്ലെങ്കിൽ പോലും അതിൻ്റെ ഉത്തരവാദി. ഇറക്കിയത് ടെക്നിക്കലി വല്ല സെക്രട്ടറിയോ വല്ലതും ആയിരിക്കാം. അതിൻ്റെ ഉത്തരവാദി പിണറായി വിജയനാണ്. പിണറായി വിജയനെ ED വിളിക്കേണ്ടതാണ്. പക്ഷേ ED വിളിക്കുന്നില്ല. തോമസ് ഐസക്കിനെയും വിളിക്കുന്നു. തോമസ് ഐസക്കിൻ്റെ മറുപടി സ്വീകരിച്ച് ED ഇതെല്ലാം പൂട്ടിക്കെട്ടി പോകാനും മതി. കേരളത്തിലെ ED എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർക്കേ അറിയാവുള്ളൂ. പക്ഷേ ഒരു കാര്യം, കരുവന്നൂരിൽ ഞാൻ നോക്കിയെടുത്തോളം ഇവർ ഏകദേശം കൃത്യ ലൈനിലാണ് പോകുന്നത്.
സ്പീഡ് കുറവാണെന്നോ ഒക്കെ നമുക്ക് ആരോപിക്കാം എന്നുള്ളതല്ലാതെ അവരുടെ പോക്ക് കറക്റ്റ്. ഹൈക്കോടതിയും കഴിഞ്ഞ ദിവസം ചോദിച്ചതാണ്. ഹൈക്കോടതിയിലെ സത്യവാങ്മൂലം വായിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. സാമാന്യം വലിയ സത്യവാങ്മൂലമാണ്, വളരെ ക്ലേശിച്ചേ വായിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു തൃപ്തി തോന്നും, ആ അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് തോന്നും. ഇപ്പോൾ ഈ കിഫ്ബിയുടെയൊക്കെ എന്താ സംഭവം എന്ന് അറിഞ്ഞുകൂടാ. മാത്രമല്ല ഈ പിണറായി വിജയന് ED നോട്ടീസ് അയക്കാത്തത് ദുരൂഹമാണ്. ഇത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും സംഭവിച്ചു. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നടന്ന കാര്യം, ശിവശങ്കരൻ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ ഓഫീസിലാണ്. അദ്ദേഹത്തിന് ഇതേപ്പറ്റി അറിവുണ്ടോ എന്ന് അദ്ദേഹത്തോട് നേരിട്ടൊന്ന് ചോദിക്കേണ്ടേ? നിങ്ങൾ വിളിച്ചു വരുത്തേണ്ട, അങ്ങോട്ട് പോയി ചോദിക്കുന്നു. ഒരു തവണ ഒന്ന് ചോദിക്കണ്ടേ, അങ്ങേക്ക് എന്തെങ്കിലും അറിയാമോ ഇങ്ങനെ അങ്ങയുടെ ഓഫീസിൽ നടന്നു? ലോജിക്കലാണല്ലോ. ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് രേഖപ്പെടുത്തുക. പിന്നെ അറിയാവുന്നുള്ള സ്ഥിതി വന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ കുടുങ്ങും. അതാണ് ആ സമയത്ത് സെക്രട്ടേറിയറ്റിൽ മാത്രം ഇടിവെട്ടിയ ഓർമ്മയുണ്ട്. സെക്രട്ടേറിയറ്റും ക്ലിഫ് ഹൗസും രണ്ട് സ്ഥലത്ത് പട്ടാപ്പകൽ ഠോ എന്ന് പറഞ്ഞ് ഇടിവെട്ടി. ബാക്കി ഒരു സ്ഥലത്തും വെട്ടിയില്ല. സെക്രട്ടേറിയറ്റിന് തൊട്ട് വടക്ക് വശം സ്പെൻസർ ജംഗ്ഷൻ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുമ്പിൽ പോലും വെട്ടിയിട്ടില്ല. കറക്റ്റ് സെക്രട്ടേറിയറ്റ് നോക്കി ഒരിടി, കറക്റ്റ് ക്ലിഫ് ഹൗസ് നോക്കി അടുത്ത ഇടി. രണ്ടിൻ്റെയും ഹാർഡ് ഡിസ്ക് പോയി. അന്ന് ഇവരൊക്കെ കൂടെ പറഞ്ഞു, ഞങ്ങൾ എന്തോ 15 TB ഉള്ള ഹാർഡ് ഡിസ്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഫിലാഡൽഫിയയിൽ നിന്ന് അത് വരും എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പിന്നെ കേൾക്കാനില്ല അതിനെപ്പറ്റി. സംഭവം സത്യമല്ലേ? ഈ അന്വേഷണ ഏജൻസി എല്ലാം കൂടെ പറഞ്ഞു, ഞങ്ങൾ കാണിച്ചു തരാം, ഞങ്ങൾ ബാക്കപ്പ് ഇത് കൊണ്ടുവരുന്നുണ്ട്, ഇതെല്ലാം ഞങ്ങൾ വീണ്ടെടുക്കും, ദൃശ്യങ്ങൾ മുഴുവൻ പുറത്തെടുക്കും. ഏത് ദൃശ്യം? ഇപ്പോഴും പഴയ സ്ഥലത്ത് നിൽക്കുകയാണ് കേട്ടോ. കേസ് പഴയ സ്ഥലത്ത് നിൽക്കുകയാണ്. എവിടെ നിൽക്കുന്നു? പിണറായി വിജയൻ സ്വപ്ന സുരേഷിനെ അറിയില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിൽക്കുകയാണ്. അറിയാമെന്ന് സ്വപ്ന പല സ്ഥലത്തും വിഷ്വലും സംഗതിയൊക്കെ കാണിച്ചെങ്കിലും പിണറായി അതേപ്പറ്റി ഇതുവരെ ഒന്നും വേണ്ടിയിട്ടില്ല. സ്വപ്നയെ അറിയാമെന്ന് പിണറായി ഒഫീഷ്യലി എങ്ങും പറഞ്ഞിട്ടില്ല, അൺഒഫീഷ്യലിയും പറഞ്ഞിട്ടില്ല. അങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുക. ഇതുപോലെയാണ് ഈ ഇപ്പോൾ കിടന്ന് കളിക്കുന്ന ഷോൺ ജോർജിൻ്റെ കേസ്. ഏത്? നമ്മുടെ CMRL പ്രശ്നം. അതിലെ PV ഞാനല്ല എന്നാണ് പിണറായി പറഞ്ഞിരിക്കുന്നത്. അതിനപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞു, ഞാനല്ല PV. ഏത് PV ആണെന്ന് അല്ല, PV അബ്ദുൾ വഹാബോ വല്ലതായിരിക്കും, അവർക്കല്ലേ കാശുകാർ. ഇങ്ങനെ നമ്മൾ വിചാരിക്കണം. ഇതുപോലെ പിണറായി വിജയൻ എല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ട് സുഖമായിട്ട് നിൽക്കുന്നു. രക്ഷപ്പെടുത്തുന്നു എന്ന് പറയാൻ എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല. അതുകൊണ്ട് രക്ഷപ്പെടുന്നു എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നു. രക്ഷപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്താ ഒരു ആധാരം നമ്മുടെ കയ്യിൽ അതില്ല. നമ്മുടെ ചുറ്റും ചില സാഹചര്യങ്ങളുണ്ടല്ലോ, ED മറ്റ് സംസ്ഥാനങ്ങളിൽ ചെയ്യുന്ന എന്താണെന്നുള്ള മാതൃകയുണ്ട്. സാഹചര്യം വെച്ചുകൊണ്ട് അങ്ങനെ ഒരു കമൻറ്റ് പറയാൻ ആയിട്ടില്ല. പക്ഷേ രക്ഷപ്പെടുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതിൻ്റെ ലോജിക്കാണ് ഞാൻ പറഞ്ഞത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.